എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. അതുപോലെ മന്ത്രം മനസ്സെന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല. നമ്മൾ കണ്ടു 4 കുതിരകളെ കൊണ്ടുപോകുന്നത്. അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചാലേ അതിന്റെ പുറത്ത് കയറി ഇരിക്കാൻ പറ്റൂ. അല്ലാതെ നമുക്ക് എന്താ അതിനെ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് ഇരുത്തി എനിക്ക് പറ്റുന്നില്ല കോൺസെൻട്രേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഓട്ടോമാറ്റിക്കലി അത് വരണം. അതിനെ സ്വതന്ത്രമാക്കണം. എന്നിട്ടത് നമ്മള് വണ്ടി ഓടിക്കുന്ന പോലെ ഇത് മന്ത്രജപവും അങ്ങനെ തന്നെ ചെയ്യണം. മന്ത്രജപം നോക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതെല്ലാം വളരെ സ്ഥൂലമായിട്ടുള്ള കാര്യങ്ങളാണ്, ഡ്രൈവിങ്, പിയാനോ. പക്ഷെ മന്ത്രമോ നമുക്ക് കാണാൻ പറ്റുമോ? വളരെ സട്ടിലാണ് മന്ത്രം. മന്ത്രത്തെ സാധാരണ ഇതിനെയൊക്കെ എത്രയോ ഹൈ എനർജി വോൾട്ടാണ് മന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ മന്ത്രജപം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബാഹ്യമായിട്ട് ഞാൻ കമ്പയർ ചെയ്തൊക്കെ വളരെ ഗ്രോസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, സ്ഥൂല കാര്യങ്ങളാണ്. മന്ത്രം വളരെ സൂക്ഷ്മമാണ്. അത് മനസ്സുമായിട്ട് സിങ്ക് ആവാനായിട്ട് ആദ്യം കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് 108 തവണ ജപിക്കൂ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു മന്ത്രശാസ്ത്രത്തെ പ്രവേശിക്കുന്നത്. അപ്പൊ മനസ്സും മന്ത്രവുമായിട്ട് ആദ്യം ഒന്ന് സിങ്ക് ചെയ്യണം. അത് രണ്ടുമായിട്ടൊന്ന് മനസ്സിലാവണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അത് സൂക്ഷ്മമല്ലേ? നമ്മുടെ മനസ്സ് സൂക്ഷ്മമാണ്, മന്ത്രവും സൂക്ഷ്മമാണ്. അപ്പൊ സൂക്ഷ്മവും കൂടെ ചേരുമ്പോ എന്ത് ചെയ്യും? ആ സൂക്ഷ്മ തലത്തിലേക്കും ഇത് കൊണ്ടുപോകും നമ്മുടെ മനസ്സിനെ. കുറച്ച് സമയം എടുക്കും. അത് അകത്ത് പോയിട്ട് എന്ത് ചെയ്യണം? അത് അകത്ത് പോയി കഴിഞ്ഞാൽ, അതായത് മനസ്സിന്റെ ഉള്ളില് മന്ത്രം പോണം. ആ സിസ്റ്റം പിന്നെ നമ്മുടെ സിസ്റ്റം ടേക്ക് ഓവർ ചെയ്തോളും. നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരിക്കലും ദുഃഖിക്കേണ്ട. കാരണം നമ്മൾ എന്താ ഈ വിചാരിക്കണ പോലെ ഒന്നുമല്ല. അതായത് നമ്മൾ പോലും അറിയാതെ മനസ്സ് ഇത് റിപ്പീറ്റ് ചെയ്യുന്ന നമുക്ക് അറിയാൻ പറ്റും. രാത്രി പെട്ടെന്ന് ഒന്ന് ഉണർന്ന് നോക്കൂ. ഇപ്പൊ 8-10 വർഷമായി ഞങ്ങളൊക്കെ ജപിക്കാൻ തുടങ്ങിയിട്ട്. രാത്രി ഉണരുമ്പോ പെട്ടെന്ന് നമുക്കറിയാം മനസ്സ് ജപിച്ചുകൊണ്ടിരിക്കുക. കാരണം ഓൾറെഡി അതുമായിട്ട് താതാത്മ്യം. ഇപ്പൊ പഞ്ചദശി ആവട്ടെ, കിടക്കാൻ നേരത്തെ ഏത് മന്ത്രം ജപിക്കുന്നു ആ മന്ത്രം അറിയാതെ ഉള്ളിൽ ഇങ്ങനെ ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എഫേർട്ട് വേണ്ട. അത് എഫേർട്ട്ലെസ്ലി ഇത് ഒന്നും നമ്മൾ ഒരുപാട് എന്താ പറയാ കായിക അധ്വാനം എടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. വളരെ അതുമായിട്ട് ആ ഇഷ്ട ദേവതയുമായിട്ടുള്ള സ്നേഹമുണ്ടെങ്കിൽ, അതുമായിട്ട് മനസ്സ് താതാത്മ്യപ്പെട്ടെങ്കിൽ, അമ്മയെ ഇങ്ങനെ സദാ ഓർത്തുകൊണ്ടിരിക്കണം മനസ്സിന് മന്ത്രം എന്ത് ചെയ്യും? തനിയെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ആരോ ഇരുന്ന് ജപിക്കണം നമുക്ക് അറിയാൻ പറ്റും. സന്യാസി ഒരിക്കൽ പറയും പോലെ, എന്താ പറഞ്ഞ പോലെ, ഞാൻ മറക്കിലും ചൊല്ലും ഞാൻ നമഃശിവായ. ഞാൻ മറന്നുപോയാലും ആര് ജപിക്കും? എന്റെ മനസ്സ് അവിടെ ജപിക്കും. സന്യാസിയോട് ചോദിച്ചു, നീ എപ്പോഴും ജപിക്കുന്നില്ലല്ലോ, എന്താ? പറഞ്ഞു, ഞാൻ മറന്നുപോയാൽ എന്താ? എന്റെ മനസ്സ് ചെയ്തോളും. കാരണം ദാറ്റ് ഇസ് ഓട്ടോമാറ്റിക്കലി അവിടെ ആയിക്കഴിഞ്ഞു, ട്യൂൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോ നമ്മൾ കേട്ടിട്ടില്ലേ FM സ്റ്റേഷനൊക്കെ ട്യൂൺ ചെയ്യുന്നത്? എന്നാലേ നമുക്കത് കേൾക്കാൻ പറ്റും. അതുപോലെ നമ്മള് മന്ത്രവുമായിട്ട് ട്യൂൺ ആവണം. അപ്പൊ നമ്മള് ഈവൻ ഇഫ് ഐ ഫോർഗെറ്റ് മൈ ടങ്, എന്റെ നാക്ക് ജപിച്ചില്ലെങ്കിൽ എന്താ? വിൽ റിപ്പീറ്റ്. ആര് റിപ്പീറ്റ് ചെയ്യും? ആ ഒരു മനസ്സ് റിപ്പീറ്റ് ചെയ്തോളും. കാരണം നാവിൽ ജപിച്ച് നമുക്ക് തഴമ്പ് വന്നു കഴിഞ്ഞു. അപ്പൊ അത് മനസ്സിൽ പതിഞ്ഞു എന്നർത്ഥം. അപ്പൊ മന്ത്രജപം കൊണ്ട് എന്താണ് നമുക്ക് സംഭവിക്കണമെന്ന് വെച്ചാൽ, കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ കോൺഷ്യസ്ലി റിപ്പീറ്റ് ദ മന്ത്ര. നമ്മൾ ആദ്യത്തെ കുറച്ച് നാൾ വളരെ കോൺഷ്യസ് ആയിട്ട് ശ്രദ്ധയോടുകൂടി തന്നെ ഇരിക്കണം. മനസ്സിനെ എന്താ പറയുക, ഈ മന്ത്രം ജപിക്കുമ്പോൾ ആ ദേവതയുമായിട്ട് തന്നെ കാണണം. അപ്പൊ എന്താ പറയുന്ന ഒരു വെളിയിൽ നിന്നല്ല വരുന്നത്. ഒരു രാത്രി കൊണ്ട് നമുക്ക് മന്ത്രസിദ്ധി നേടാനും പറ്റില്ല. കുറച്ച് സമാധാനമായിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യണം? നമുക്കറിയാം നത്തിങ് കംസ് ഓവർനൈറ്റ്. ഒരു രാത്രി കൊണ്ട് ഒരു ചെടി നട്ട് വളർത്തി ഫലം എടുക്കാൻ പറ്റുമോ? 9 മാസം ഒരു കുഞ്ഞിന് ഒരു ഗർഭപാത്രത്തിൽ കഴിഞ്ഞാലേ പൂർണ്ണ അംഗങ്ങളോടുകൂടി പുറത്തു വരാൻ പറ്റൂ. അതുപോലെ നിസ്സാരമല്ല മന്ത്രം, അതിനേക്കാൾ ഒരു മഹാശക്തിയാണ്. അത് ഒരിക്കലും ജപിച്ചാല്, അത് ജപിച്ച് തുടങ്ങിയാല് മനസ്സിന് പിന്നെ അതിനെ മറക്കാൻ പറ്റില്ല. കാരണം മനസ്സെന്ന് പറയുന്ന വലിയൊരു ഊർജ ശക്തിയാണ്. അപ്പൊ ഈ മന്ത്രത്തിന് അത് ആഗീരണം ചെയ്യും. ഇനി നമ്മൾ ജപിക്കണ്ട എന്ന് പറഞ്ഞാലും മനസ്സ് ജപിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ബീജമാണ്, ഉള്ളിൽ വിതച്ച വിത്തുകളാണിവ. അതെല്ലാം എന്താ? നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാക്കുന്നതിനാണ് ഈ വിത്ത് വിതച്ചിരിക്കുന്നത്. ഭഗവാൻ പറയുന്നു, ഭഗവാൻ ഭഗവത്ഗീതയിൽ എന്താ പറയണത്? യജ്ഞാനം ജപ യജ്ഞോസ്മി അസ്മി. ഞാൻ ജപയജ്ഞത്തിലെ ജപമാണ്. ഏറ്റവും ഉയർന്ന യജ്ഞം ഏതാണ്? ബാഹ്യമായിട്ട് ചെയ്യുന്ന യാഗങ്ങളോ ഹോമങ്ങളോ അല്ല. എന്താണ്? ജപയജ്ഞമാണ് ഞാൻ. യജ്ഞങ്ങളില് ജപയജ്ഞമാണെന്ന് ഭഗവാൻ തന്നെ പറയണം. അപ്പൊ ജപത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം. അത്ര ദ ബെസ്റ്റ് ആണ്, ഏറ്റവും ഉയർന്ന തലത്തിലാണ്. നമുക്ക് എന്താ വേണ്ടത്? ആ ഒരു കമ്മിറ്റ്മെന്റ്, നമുക്കൊരു ടോട്ടൽ ഫെയ്ത്ത് വേണം. എന്നാൽ മാത്രമേ ഇത് നമുക്ക് നമ്മുടെയാണ് എന്നുള്ള ഒരു ചിന്തയോടുകൂടി ചെയ്യുക. എന്ത് കാര്യം വേറൊരാൾക്ക് ചെയ്യുമ്പോഴും നമ്മൾ അത്രയും ആത്മാർത്ഥത കാണില്ല. നമുക്ക് വേണ്ടി ചെയ്യുമ്പോഴോ അപ്പൊ ആ കമ്മിറ്റ്മെന്റ് വരണം അവിടെ. അപ്പോ ഈ
ശരീരമാകുന്ന ചെളിയിലെ താമര വിടരാൻ എന്താ വേണ്ടത്? ഈ മന്ത്രത്തിന് മാത്രമേ സാധ്യമാക്കാൻ പറ്റൂ. അതായത് ചിത്താകുന്ന ആ ഒരു താമരയെ വിടർത്തണമെങ്കിൽ ജ്ഞാനമാകുന്ന സൂര്യൻ ഉള്ളിൽ പ്രകാശിക്കണം. ആ ജ്ഞാന സൂര്യനെ പ്രകാശിപ്പിക്കുന്ന ഏക ഇൻസ്ട്രുമെന്റ് ആണ് മന്ത്രം. അപ്പോ മന്ത്രത്തെ നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. ത്യാഗരാജ സ്വാമികൾ എപ്പോഴും പറയാറുണ്ട്, ഹേ രാമ, നിന്റെ നാമത്തിന് എന്ത് മാധുര്യമാണ്. ത്യാഗരാജ സ്വാമികൾ എപ്പോഴും പറയും, രാമനാമത്തിന്റെ മധുരം. ഞാൻ എത്രയോ വെള്ളം കുടിച്ചിട്ടുണ്ട്, എത്രയോ ഗംഗാജലം കുടിച്ചിട്ടുണ്ട്, പക്ഷെ അല്ലയോ രാമ, നിന്റെ നാമത്തിന്റെ മാധുര്യം. രസനെ പിബരേ രാമരസം. എന്റെ നാക്കെ, നീ ആ രസം കുടിക്കൂ. ആ രാമനാമത്തിന്റെ ആ ഒരു മാധുര്യം നീ ആസ്വദിക്കൂ. അതിനപ്പുറം മധുരമുള്ളത് ഈ പ്രപഞ്ചത്തിൽ എന്താ ഉള്ളത്? അപ്പൊ നമ്മുടെ മന്ത്രദേവതയ്ക്ക് അപ്പുറം മധുരമായിട്ട് നമുക്ക് വേറൊന്നുമില്ല. ആ ദേവതയോടുള്ള അതിരറ്റ സ്നേഹമാണ് നമ്മൾ ആ നാമത്തെ വീണ്ടും 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 പറയുമ്പോൾ ലഭിക്കുന്നത്. ഒരിക്കലും വിവേകാനന്ദ സ്വാമികളോട് ശിഷ്യൻ ചോദിച്ചു, എന്താ നമുക്ക് ഹൗ ടു ബിക്കം പ്യുവർ ഇൻ ഹാർട്ട്. അദ്ദേഹത്തോട് ചോദിക്കണ, എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് മനസ്സ് ശുദ്ധമല്ല, ഞാൻ എന്ത് ചെയ്യണം ഭഗവാനെ, അല്ലയോ സ്വാമി എന്ന് ചോദിച്ചപ്പോൾ വിവേകാനന്ദ സ്വാമി പറഞ്ഞതാണ്, ഡോണ്ട് ബ്രിങ് ഇംപ്യൂരിറ്റീസ് ഇൻടു ഇറ്റ്. നിങ്ങളല്ലേ ഇംപ്യൂരിറ്റീസ് കൊണ്ടുവരുന്നത്? നിങ്ങളുടെ ഹൃദയം സ്വതവേ ശുദ്ധമാണ് അല്ലെ? ഡോണ്ട് മേക്ക് ഇറ്റ് ഇംപ്യൂർ. നമ്മളാണ് അതിനെ ഇംപ്യൂർ ആക്കുന്നത്. ആവശ്യമില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നത്? ആ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിനെ ഇംപ്യൂർ ആക്കുന്നത്. അപ്പോൾ ശുദ്ധമായ മനസ്സിലെ മന്ത്രം ശുദ്ധമാക്കിക്കൊണ്ടേയിരിക്കും അല്ലെ? നമ്മുടെ ആ ഒരു സെൽഫ് എന്ന് പറയുന്നത് എന്താ? ആ ഒരു സെൽഫിഷ്നെസ് കൊണ്ടുവരാതിരിക്കുക. ആ പ്യുവർ ഹാർട്ട് എന്ന് പറയുന്നത് പ്യുവർ ആയിട്ടിരിക്കണം. only pure heart can see the God. അതിനകത്തിരിക്കുന്ന ഈശ്വര ശക്തിയെ കാണണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഇമേജ് കാണണമെങ്കിൽ, ഈശ്വരന്റെ ആ ഒരു എന്താ പറയാ മുദ്ര കാണണമെങ്കിൽ, അമ്മയെ കാണണമെങ്കിൽ, അമ്മയുടെ പാദപത്മങ്ങളെ കാണണമെങ്കിൽ ഒരു പ്യുവർ മനസ്സ് വേണം. ആ പ്യൂരിറ്റി. അതുകൊണ്ടാണ് പറഞ്ഞ നിർലേപ, നിർമ്മല. അമ്മയ്ക്ക് ഇരിക്കണമെങ്കിൽ ഈ മനസ്സ് ശുദ്ധമായിരിക്കണം. എന്തുകൊണ്ട് ശുദ്ധമാക്കണം? മന്ത്രമാകുന്ന തൈലം തേച്ച് ജപിച്ച് 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 സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ ശുദ്ധമാക്കണം. അവിടെ നമുക്ക് അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റൂ. അതാണ് നമ്മൾ എന്താ പറയാ, ആ ഒരു പ്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോ എല്ലാം നമ്മൾ ഇന്ന് കുറച്ച് സാധനങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ ഇന്ന് സാക്രിഫൈസ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ കുറെ കാര്യങ്ങളെ ഹോമിക്കുന്നതെയാണ് ഒരു പൂജ അല്ലെങ്കിൽ ഹോമം എന്ന് പറയുന്നത്. മൃഗങ്ങളെ എന്താ പറയാ, അതിനകത്ത് ബലി കഴിക്കുന്നു. കുറെ സാധനങ്ങള്, സംവിത്തുകളെ, അതായത് നെയ്യ്, അത് തേങ്ങ, അങ്ങനെയുള്ള കുറെ സാധനങ്ങളെ പലതിനെയും റെപ്രസെന്റ് ചെയ്ത് നമ്മൾ അഗ്നിയിൽ ഹോമിക്കുന്നു. ശരിക്കും സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ഹോമകുണ്ടത്തെയാണ് സാക്രിഫൈസ് ചെയ്യേണ്ടത്? ചിതഗ്നി കുണ്ടത്തെ. അവിടെയാണ് നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടത്. എന്താ? ആ ഹോമങ്ങളെ, മൃഗങ്ങളെ അല്ല ഹോമിക്കേണ്ടത്, നമ്മുടെ ആ ഒരു അനിമൽ ഇൻസ്റ്റിങ്സിനെ, നമ്മുടെ ക്രൂര വികാരങ്ങളെ, ക്രൂര ജന്തുക്കളെക്കാളും മോശമായിട്ടുള്ള താഴ്ന്ന മനസ്സിലിരിക്കുന്ന എന്താ പറയുക, മറ്റുള്ളവരെ ദ്രോഹിക്കുക, മറ്റുള്ളവരോടുള്ള ജലസി, പക, ആ ഒരു കമ്പാരിസൺ, ഇതൊക്കെ എവിടെ ഹോമിക്കണം? ഈ പറയുന്ന നമ്മുടെ സാക്രിഫൈസ് ചെയ്യണം ചിതഗ്നി കുണ്ടത്തില്. അപ്പൊ ഞാൻ എന്നുള്ള ബോധത്തെ കൂടെ ഹോമിക്കുമ്പോ അവിടെ ആരെ ആവിർഭൂതിയാവും? ചിതഗ്നികുണ്ട സംഭൂത. അമ്മ വരും. കാരണം എന്താ? ഞാൻ വിളിക്കും, ഞാൻ ദേവന്റെ ഭാവം എത്തണം. അമ്മ എന്തിനേ വരുള്ളൂ? അസുരനെ സഹായിക്കാൻ വരില്ല അമ്മ. ആര് വരും? ദേവകാര്യ സമുദ്യത. ദേവകാര്യത്തിന് ഞാൻ ദേവനാണെങ്കിൽ, എൻ്റെ ദൈവികമായിട്ടുള്ള ക്വാളിറ്റീസ് ആണ് ഉണ്ടെങ്കിൽ, എൻ്റെ അനിമൽ ആ ഇൻസ്റ്റിങ്സിനെ, എൻ്റെ ക്രൂര വികാരങ്ങളെ, ക്രൂര മൃഗങ്ങളെ അവിടെ ഹോമിക്കുമ്പോൾ ആ ചിതഗ്നിയിൽ നിന്ന് അമ്മ വരും. അതിനാണ് നമ്മൾ മന്ത്രം കൊണ്ട് ഈ മനസ്സിനെ നമ്മൾ പ്യുവർ ആക്കുന്നത്. നമ്മൾ ഹോമിക്കേണ്ടത് നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെയാണ്, നെഗറ്റിവിറ്റിയാണ് നമ്മളവിടെ ഹോമിക്കേണ്ടത്. ഞാൻ, എൻ്റെ, എനിക്കുള്ളത്, ഇതിന്റെ ഹോമമാണ് അവിടെ നടക്കേണ്ടത്. അത് ഏത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാലും അവിടെ പ്യൂരിറ്റി എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഏത് മതത്തിൽ പറഞ്ഞാലും നമ്മൾ ശുദ്ധമാവണം. ശുദ്ധമായിട്ടുള്ള മനസ്സിന് മാത്രമേ എന്താ പറയാ, ചിന്ത, വാക്ക്, പ്രവൃത്തി, ഇതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കണം. കാരണം ചിന്തയിൽ നിന്ന് വാക്ക് വരുന്നു, വാക്കിൽ നിന്ന് പ്രവൃത്തി വരുന്നു. ഇതാണ് ത്രികരണ ശുദ്ധി എന്ന് പറയുന്നത്. 3 കരണങ്ങൾ. കരണം കർമ്മം ചെയ്യുന്നത്. എന്തൊക്കെയാ കർമ്മം ചെയ്യുന്നത്? വാക്കുകൊണ്ട് കർമ്മം ചെയ്യും. ഒരാളെ കൊല്ലാൻ പറ്റും ഇല്ലേ? ഒരാളെ നശിപ്പിക്കാൻ പറ്റും. ഒരാളുടെ അടിത്തറ ഇറക്കാൻ പറ്റും. ഒരു കുടുംബത്തെ ഛിന്ന ഭിന്നമാക്കാൻ പറ്റും. വാക്കെന്ന് പറയുന്ന ഒറ്റ ആയുധം മതി. ചിന്തയോ? ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ അശുദ്ധമാക്കാൻ പറ്റും. വൃത്തികെട്ട ചിന്തകൾ കൊണ്ട് മനസ്സ് മുഴുവൻ കുപ്പത്തൊട്ടി പോലെ നമ്മുടെ അഴുക്ക് എല്ലാം കൊണ്ട് നിറയും ഇല്ലേ?
ഇതിന്റെ രണ്ടിന്റെയും ഒരു ഔട്ട്കം ആണ് പ്രവൃത്തി. ചിന്തിച്ച് 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 ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ എന്തും ചെയ്യാനുള്ള പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഇത് മൂന്നും, ഈ ത്രികരണ ശുദ്ധി ഇല്ലാതെ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ പറ്റില്ല. ഈ 3 ശുദ്ധി നമുക്ക് വേണം. എന്താ പറയാ, അന്യരെ നന്നാക്കാൻ അല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, ആദ്യം നമ്മളെ നന്നാക്കുക. ട്രൈ ടു ബി സിമ്പിൾ ആൻഡ് നാച്ചുറൽ. അത് നമ്മൾ ഈ വെച്ചുകെട്ടും. നമ്മൾ എപ്പോഴും കുറെ പ്രസംഗിക്കും മറ്റുള്ളവർ നന്നാവണം. നമ്മുടെ മനസ്സ് മുഴുവനും എന്താ, ഈ കുപ്പയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം നമ്മുടെ മനസ്സിൽ ദേവി വന്ന് ഇരിക്കട്ടെ, എന്നാലേ നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. ആ ശുദ്ധമായിരിക്കുന്ന ചൈതന്യത്തെ വേറൊരു തിരിയിൽ കത്തിക്കണമെങ്കിൽ ആ ചൈതന്യം നമുക്ക് അനുഭവപ്പെടണം. അപ്പൊ മന്ത്രം എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. മന്ത്രം ഗുരുവിൽ നിന്ന് കിട്ടണം. ചുമ്മാ ഒരു മന്ത്രം എടുത്ത് ജപിക്കാൻ പറ്റില്ല. അപ്പോ ഇതിനെയാണ് നമ്മൾ ഇനിസിയേഷൻ എന്ന് പറയുന്നത്. ഒരാള് മന്ത്രത്തിലൂടെ നമ്മൾ ആ ഒരു തന്റെ കർമ്മത്തെ ഗുരുവിന്റെ, അത് ഞാൻ നേരത്തെ പറഞ്ഞു, പ്രണിപാതേന വന്നിട്ട് എന്റെ സ്വത്വത്തെ, എന്റെ ആത്മസത്തയെ കാണിച്ചു തരൂ എന്ന് പറയുന്ന ശിഷ്യന് ഗുരു എന്ത് കൊടുക്കുന്നു? മന്ത്രം കൊണ്ട് ഇനിസിയേഷൻ കൊടുക്കുകയാണ്. അതായത് നിനക്ക് ഒരു പുതിയ വാഹനത്തെ കൊടുക്കുകയാണ് നിന്റെ മനസ്സിനെ ഇരുത്താൻ. ഇതുവരെ ഒരു വാഹനം ഇല്ലായിരുന്നു. എവിടെയെങ്കിലും തോന്നിയവാസം പോലെ നടന്ന മനസ്സിന് ഒരു റിജിഡ് ആയിട്ടുള്ള വാഹനം കൊടുത്തിട്ട് നിന്റെ ഇതിൽ കയറൂ, ഈ മന്ത്രമാകുന്ന വാഹനത്തിൽ സഞ്ചരിക്കൂ. ഇനി നിനക്ക് കുറച്ച് എന്താ പറയാ, വേലിക്കെട്ടുകളുണ്ട്. നിയന്ത്രിതമായിട്ടുള്ള ഒരു മേഖലയിലൂടെ സഞ്ചരിച്ചാല് നിന്റെ ആഗ്രഹം സാധിക്കും, നിനക്ക് നിന്റെ ആത്മാവിനെ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഗുരു കൊടുക്കുന്നതാണ് മന്ത്രം. അപ്പൊ ഈ മന്ത്രം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ശബ്ദ സ്പന്ദനങ്ങളെയാണ്. അതിനാണ് ഭയങ്കര സൂപ്പർസോണിക് വേഗത. അതിനകത്ത് എന്താ പറയാ, ഒരു ബീജ മന്ത്രത്തിനകത്ത് ഈ പറഞ്ഞ ബ്രഹ്മാണ്ടത്തിൽ തന്നെ വയ്ക്കാന്നാ പറയുന്നത്. അത്രയ്ക്ക് സ്പന്ദിക്കുന്ന ഒരു പ്യുവറായിരിക്കുന്ന ഒരു ബീജങ്ങളാണ്, വാക്കുകളാണ് മന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇനിസിയേഷൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മുടെ സ്ഥൂല ശരീരം പോലെ തന്നെ ഇതിനൊരു ശരീരമുണ്ട് മന്ത്രത്തിന്. അതിനെയാണ് നമ്മൾ മന്ത്രശരീരം എന്ന് പറയുന്നത്. അപ്പൊ മന്ത്രശരീരം എന്നാൽ എന്താ? നമ്മളൊരു കുടുംബത്തില് ഹസ്ബൻഡിനെ വിളിച്ച് വൈഫിനെ കൊണ്ടുവരേണ്ട എന്ന് പറയുമ്പോ നമ്മളൊരു മന്ത്രത്തെ വിളിക്കുക. അപ്പോ നമ്മളൊരു പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തെന്ന് വെക്കുള്ളൂ. അപ്പൊ നമ്മളെ അച്ഛനെ മാത്രമേ വിളിച്ചുള്ളൂ, അമ്മയും കുട്ടികളെയും വിളിച്ചില്ല, അച്ഛന് വിഷമം. ഇല്ലെ അമ്മയെ വിളിച്ച് കുട്ടികളെ വിളിച്ചില്ല, കുട്ടികൾക്ക് വിഷമം. അപ്പൊ എല്ലാരെയും കൂടെ ഇൻവൈറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? സന്തോഷത്തോടുകൂടി ഒരു കുടുംബമായിട്ട് പോകും. അതുപോലെ ഈ മന്ത്രത്തിന് അംഗദേവതകളുണ്ട്. മന്ത്രം തനിച്ചല്ല ഇരിക്കുന്നത്, എല്ലാം കൂടെ ചേർന്നിരിക്കുന്ന, എന്താ പറയാ, എല്ലാം കൂടെ ആ മന്ത്രത്തിന് അംഗങ്ങളും അങ്കികളുമുണ്ട്. അപ്പോ ഒരു കുടുംബനാഥൻ എന്ന് പറയുന്ന ആൾക്ക് എന്ത് ചെയ്യും? അദ്ദേഹത്തിന് എന്താ സബ് ഡിവിഷൻസ് ഉണ്ടല്ലേ, ഭാര്യ, കുട്ടികള്. അതുപോലെ ഈ പറഞ്ഞ പൂർണ്ണമായിട്ട് സംതൃപ്തമായിട്ട് മന്ത്രം ജപിച്ചാൽ മന്ത്രത്തിന്, ആ ദേവതയ്ക്ക് സന്തോഷം വരണമെങ്കിൽ എന്ത് ചെയ്യണം? സമ്പൂർണ്ണമായിട്ട് അതിനെ അറിയണം, എന്നാലേ നമുക്ക് വിളിക്കാൻ പറ്റൂ, ഇല്ലേ? അപ്പൊ ഇല്ലെങ്കിൽ മന്ത്രദേവത വരുന്ന ഒരു ദുഃഖത്തിലായിരിക്കും, ഹാഫ് ഹാർട്ടഡ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ പൂർണ്ണമായിട്ടുള്ള കുടുംബത്തെ ക്ഷണിക്കണമെങ്കിൽ മന്ത്രത്തെ കുറിച്ച് നമ്മൾ അറിയണം. അപ്പൊ എന്താണ് മന്ത്രം? അപ്പൊ അങ്കി ഷുഡ് ബി ഓൾവേസ് വിത്ത് അംഗം എന്ന് പറഞ്ഞാൽ എന്താ? മന്ത്രത്തിന്റെ അംഗങ്ങൾ എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പൊ ദ ഹോൾ, അതായത് വിനിയോഗ, അതാണ് ഒരു സംശയം ചോദിച്ചത്. വിനിയോഗ എന്ന് എഴുതിയിരിക്കണം. അപ്പൊ നമ്മള് ലളിതാ സഹസ്രനാമത്തിലും ദേവി മഹാത്മ്യത്തിലും ഒക്കെ നമ്മൾ വിനിയോഗ എന്ന് പറയുന്ന ശബ്ദം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ മന്ത്രത്തിന് എന്താണ്? അങ്കിയുണ്ട്, അംഗങ്ങളുണ്ട്. അപ്പോ ദ ഹോൾ ഷുഡ് ബി ബ്രോട്ട് ടുഗദർ, അതായത് ഈ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാരെയും കൊണ്ടുവരണം. നമ്മൾ എന്താ കല്യാണത്തിന് വിളിക്കുന്നത്? ഭർത്താവിനോട് ഒരു ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവരൂ, എന്നാല് സന്തോഷമായിട്ടുള്ള ഒരു ഫാമിലി ക്ഷണനാവുള്ളൂ, അല്ലെ? അപ്പൊ വിനിയോഗം എന്ന് പറഞ്ഞാൽ ഈ മന്ത്രത്തെ നല്ലവണ്ണം അറിഞ്ഞ്, വിനിയോഗം എന്ന് പറഞ്ഞാൽ ദ ഹോൾ, അതായത് എല്ലാം മന്ത്രം അംഗങ്ങളോടൊത്ത് വന്ന് എന്റെ കർമ്മത്തെ പൂർത്തീകരിക്കണം. അതിനെയാണ് വിനിയോഗം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുന്നത് ദ ഹോൾ ഷുഡ് ബി ബ്രോട്ട് ടുഗദർ എന്നർത്ഥം. അതായത് എന്ന് പറയുന്നത് പോലെ വിനിയോഗം എന്ന് പറഞ്ഞാൽ വി പ്ലസ് നീ പ്ലസ് യോഗം. യോഗ എന്നാൽ എന്താ? യോഗം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ചേരുക എന്നർത്ഥം. അപ്പൊ വിനിയോഗം എന്ന് പറഞ്ഞാല് അപ്രോപ്രിയേറ്റ് ആപ്ലിക്കേഷൻ എന്നർത്ഥം. ഈ ഞാൻ ചെയ്യുന്ന മന്ത്രം എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് അതിന് ഫലം തരണമെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ട് അതിനെ അപ്ലൈ ചെയ്യണം. ഇതാണ് ശരിക്കുള്ള വിനിയോഗത്തിന്റെ അർത്ഥം. അതായത് എല്ലാത്തിനും ഒരു പ്രൊസീജിയർ ഉണ്ട്, ഇല്ലേ? നമുക്കറിയാം, ഏത് കർമ്മം എടുത്താലും നമുക്കൊരു പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ ആ പ്രൊസീജിയർ അനുസരിച്ച് ചെയ്താലേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടുള്ളൂ. അപ്പൊ ഈ മന്ത്രത്തെ വിളിക്കുമ്പോൾ മന്ത്രദേവതകൾക്ക് അംഗങ്ങളെയും പൂർണ്ണമായിട്ട് വിളിച്ചാലേ വിനിയോഗ, നീ ചെയ്യുന്ന കർമ്മം പൂർണ്ണമാവുള്ളൂ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്താലേ, ഇല്ലെങ്കിൽ പകുതി ഫലേ കിട്ടുള്ളൂ. മന്ത്രം ദുഃഖത്തോടെ വരും അതിന്റെ അംഗങ്ങളെ വിളിക്കാതിരുന്നാല്. അപ്പൊ അതാണ് വിനിയോഗ എന്ന് പറയുന്നതിന്റെ അർത്ഥം.
അപ്പോ ഒരു പ്രൊസീജിയർ നമ്മൾ ഏതിനും ഒരു പ്രൊസീജിയർ നമ്മൾ പിന്തുടരണം. നമ്മൾ തിരക്കാറില്ലേ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് മുമ്പ് എപ്പോ വരണം, എങ്ങനെ വരണം, എന്തെങ്കിലും ഡ്രസ് കോഡ് ഉണ്ടോ, എത്ര മണിക്ക് തുടങ്ങും, എത്ര മണിക്ക് തീരും, ആരൊക്കെയാണ് വരണത്. അപ്പൊ ഇതൊക്കെ എന്താ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ഒരു കോഡുണ്ട്. അപ്പൊ ആ കോഡ് അനുസരിച്ച് വേണം നമ്മൾ, അതാണ് പ്രൊസീജിയർ അല്ലെ പദ്ധതി എന്ന് പറയുന്നത്. മോഡസ് ഓപ്പറാൻഡി എന്ന് പറയില്ലേ, അത് എങ്ങനെ ചെയ്യുന്ന വിധം, അതാണ് വിനിയോഗ. അപ്പോ ഇനി എങ്ങനെയാണ് ചെയ്യണത്, ഇനി മന്ത്രത്തിന്റെ നമുക്ക് നോക്കാം. മന്ത്രത്തിന്റെ ശരീരം ആരൊക്കെയാ? ഈ മന്ത്രം തനിച്ചു വരില്ല എന്ന് പറയണു. മന്ത്രത്തിന് നമ്മളെ പോലെ തന്നെ മന്ത്ര ശരീരമുണ്ട്. മന്ത്രത്തിന്റെ ശിരസ് ആരാണ്? മന്ത്രത്തിന്റെ ശിരസ് എന്ന് പറയുന്നത് ഋഷിയാണ്. അപ്പൊ ഋഷി ശിരസിനെ സ്മരിക്കാതിരുന്നാൽ മന്ത്രം വരുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് വശിന്യാദി ഇപ്പൊ നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോ അസ്യശ്രീ ലളിതാ സഹസ്ര രഹസ്യനാമ സ്തോത്ര വശിന്യാദി വാഗ്ദേവത ഋഷയ. ആദ്യത്തെ ആളെ ഇൻവൈറ്റ് ചെയ്തു മന്ത്രത്തിന്റെ. ആരാ? ഋഷി. അപ്പൊ ഋഷി എന്ന് പറയുന്നത് എന്താ? മന്ത്രത്തിന്റെ എന്താ? ശിരസാണ്. മന്ത്രത്തിന്റെ ശിരസ് ഋഷിയാണ്. അടുത്തത് നാവ് ഇല്ലെങ്കിൽ മൗത്ത്, ദ മൗത്ത് ഓഫ് ദ മന്ത്ര എന്ന് പറയുന്നതാണ് എന്ത്? ഛന്ദസ്. എന്താണ്? അനുഷ്ടുപ് ഛന്ദഹ. ഏത് മീറ്ററിലാണ് നിങ്ങൾ ഈ മന്ത്രം ജപിക്കുന്നത്? അപ്പൊ ആദ്യം തല കണ്ടു, തല കഴിഞ്ഞിട്ട് എന്താ? നമ്മുടെ വായ്. അപ്പൊ മന്ത്രത്തിന്റെ മൗത്ത് എന്ന് പറയുന്നത് ഛന്ദസ് ആണ്, മീറ്റർ ആണ്. അപ്പൊ അത് പറയണം, എന്നാലേ മന്ത്രം പൂർണ്ണമാവുള്ളൂ. അപ്പൊ ഛന്ദസ്. ആദ്യം ശിരസിലെ ഋഷി, മറ്റേ നമ്മുടെ മേൽചുണ്ടിന്റെ മേളില് ഛന്ദസ്. ഏതുകൊണ്ടാ പറയുന്നത്? വാ കൊണ്ടാ പറയുന്നത്. അപ്പൊ ശബ്ദമാണ് അതിന്റെ മീറ്റർ. അപ്പൊ അത് ഛന്ദസ് എന്ന് പറയുന്നത്. രണ്ടാമത് എന്താ? ഹാർട്ട് ഓഫ് ദ മന്ത്ര, ഹൃദയം. അപ്പൊ മൂന്നാമത്തത് ഹാർട്ട് ഓഫ് ദ മന്ത്ര, അതാണ് ദേവത. ഋഷി, ഛന്ദസ്, ദേവത. ദേവത എവിടെ വരുന്നു? ഹൃദയത്തിൽ വരുന്നു. ഹൃദയത്തിൽ ഏത് ദേവതയാണോ ഞാൻ ധ്യാനിക്കുന്നത് ആ ദേവതയെ ധ്യാനിക്കുക. അതായത് ഇപ്പൊ ലളിതാ ത്രിപുര സുന്ദരി പ്രസാദ സിദ്ധ്യർത്ഥേ, അല്ലെങ്കിൽ ലളിതാ ത്രിപുര സുന്ദരി മൂലപ്രകൃതി ഇതി ധ്യാനം. ഞാൻ എൻ്റെ അമ്മയെ, മൂലപ്രകൃതിയായിരിക്കുന്ന ലളിതയെ എൻ്റെ ഹൃദയത്തിൽ ധ്യാനിക്കണു. മൂന്നാമത് ദേവത. അപ്പോ മൂന്നെണ്ണായി. ഇനി ജെനിറ്റിൽസ്, അത് നമ്മുടെ ബീജം. എവിടെയാണ് ബീജം വരേണ്ടത്? ഐം ഇതി ബീജം. ആ ബീജം എവിടെ വരണം? ജെനിറ്റിൽസ്. മന്ത്രത്തിന്റെ എന്താ പറയാ, ഒരു ജെനിറ്റിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു അവയവം, യോനി ഭാഗം എന്ന് പറയുന്നത് ബീജം. അപ്പം ഇത് എല്ലാം ഒരു മനുഷ്യ ശരീരം പോലെ തന്നെ മന്ത്ര ശരീരത്തിനെല്ലാം ഉണ്ട്. അടുത്തത് എന്താ? ഫീറ്റ് ഓഫ് ദ മന്ത്ര, അതാണ് ശക്തി എന്ന് പറയുന്നത്, കാലുകള്. അപ്പൊ ഇനി അതിന്റെ ഉള്ളില് കയറണം, ഒരു പാസ്വേഡ് വേണം അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഋഷി, ഛന്ദസ്, ദേവത, ബീജം, ശക്തി. ഇനി നമുക്ക് അകത്ത് കയറണമെങ്കിൽ, നമ്മുടെ ഒരു ഫോൺ ലോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ പാസ്വേഡ് ഇടും, കുട്ടികളെടുത്ത് കളിക്കാതിരിക്കാൻ അല്ലേ? പലതിനും ഇന്ന് ലോക്ക് ചെയ്ത് വെക്കാൻ പാസ്വേഡ് ഉണ്ട്. ഈ പാസ്വേഡ് അല്ലെങ്കിൽ താക്കോല്, അതിനെയാണ് കീ എന്ന് പറയുന്നത്. ആ താക്കോലിട്ട് നമ്മൾ വീട് പൂട്ടിക്കൊണ്ടുപോയി അകത്ത് കയറണമെങ്കിൽ താക്കോല് വേണ്ടേ? അതുപോലെ ഈ മന്ത്രത്തിന്റെ അകത്ത് കയറാനുള്ളതിനെയാണ് കീലകം എന്ന് പറയുന്നത്. അപ്പൊ കീലകം എന്ന് പറഞ്ഞാൽ എന്താ? പാസ്വേഡ് എന്നർത്ഥം. ഇതിനെ കീലകം, ഈ കീലകത്തിൽ നിന്നായിരിക്കും ചിലപ്പോ കീ എന്നുള്ള വാക്ക് വന്നത്, താക്കോൽ എന്നർത്ഥം. അപ്പോ ഈ 6 അംഗങ്ങളാണ് മന്ത്രത്തിനുള്ളത്. അപ്പൊ എന്താണ് ഈ മന്ത്ര ശരീരം? നമ്മുടെ സ്ഥൂല ശരീരത്തിന് കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, കാലുകള് ഉള്ളതുപോലെ മന്ത്ര ശരീരത്തിന് 6 അംഗങ്ങളുണ്ട്. ഇവരെ ഒരുമിച്ച് വിളിച്ചാൽ മാത്രമേ മന്ത്രം സന്തോഷത്തോടു കൂടി മന്ത്രദേവത പ്രകാശിക്കുള്ളൂ. വിനിയോഗ, അപ്രോപ്രിയേറ്റ് ആപ്ലിക്കേഷൻ ഓഫ് ദ റൈറ്റ് പ്രൊസീജിയർ ചെയ്യണം. എന്നാലേ ഈ മന്ത്രദേവതയിൽ നിന്ന് നമുക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടും. ഇല്ലെങ്കിൽ കോടാനുകോടി ജന്മം ജപിച്ചുകൊണ്ടിരിക്കും, മന്ത്രദേവത പ്രത്യക്ഷ ആവില്ല, നമുക്ക് അനുഭവം തരില്ല. കാരണം പ്രൊസീജിയർ ശരിയല്ല. നമുക്ക് ഏതെങ്കിലും ഒരു പാസ്വേഡ് തെറ്റിപ്പോയാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുമോ? ചിന്തിച്ചു നോക്കൂ. ഏത് കാര്യത്തിനും പ്രൊസീജിയർ, യൂഷ്വൽ പ്രൊസീജിയർ ഉണ്ട്. ഇത് വേദം ഇല്ലെങ്കിൽ തന്ത്രശാസ്ത്രം, വേദവും തന്ത്രവും ഒരുപോലെ തന്നിരിക്കുന്ന പ്രൊസീജിയറാണ് ഋഷി, ഛന്ദസ്, ദേവത, ശക്തി, ബീജം, ശക്തി, കീലകം. ഇത് മൂന്നും, ഇത് ഇത്ര 6 അംഗങ്ങളെ ചെയ്തെങ്കിൽ മാത്രമേ എന്താണ്? അനുഗ്രഹവും സന്തോഷവും കിട്ടുള്ളൂ, പൂർണ്ണ ശക്തി കിട്ടുള്ളൂ. ഇവ 6ഉം ഇല്ലെങ്കിൽ മന്ത്രത്തിന്റെ പൂർണ്ണ ശക്തിയും അനുഗ്രഹവും നമുക്ക് ലഭിക്കില്ല. അപ്പോ ശക്തിയും ശക്തിമാനും ഒരുമിച്ചിരിക്കണം അല്ലെ? ശിവനും ശക്തിയും ഒരുമിച്ചിരുന്നാലേ പൂർണ്ണമായിട്ടുള്ള ശക്തിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ. അപ്പൊ സ്ത്രീയും പുരുഷനും നമ്മൾ കണ്ടിട്ടില്ലേ സങ്കല്പം എടുക്കുന്നത്? ഒരു പൂജയ്ക്ക് ഒരു ഗൃഹത്തില് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നിട്ടാ സങ്കല്പം എടുക്കുന്നത്. ഭർത്താവിന്റെ കൈയുടെ താഴെ ഭാര്യയുടെ കൈ കൂടെ വെക്കും. കാരണം ഒരുമിച്ച് യോജിച്ച്, ശിവനും ശക്തിയും യോജിക്കുന്ന പോലെ ഭാര്യയും ഭർത്താവും യോജിച്ച് ചെയ്യുന്നതാണ് സങ്കല്പം. ഇതുപോലെ തന്നെയാണ് എന്താ? ആ സങ്കല്പം അടുത്തെടുക്കുക, അംഗവും അങ്കിയും. എല്ലാ മന്ത്രത്തിനും ഈ പറഞ്ഞ ഫലം തരുന്നത്, ഈ എല്ലാ മന്ത്രത്തിനും ഇത് ബാധകമാണ്.
കാരണം ലളിതാ സഹസ്രനാമം 1000 മന്ത്രങ്ങളാണ്. ദേവി മഹാത്മ്യം 700 മന്ത്രങ്ങളാണ്. ഈ മന്ത്രത്തിനെല്ലാം തന്നെ ഋഷി ഛന്ദസ് ഓരോ ചാപ്റ്ററിനും കൊടുത്തിട്ടുണ്ട്. അത് പറയണം. എന്നാൽ മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റൂ. കാരണം അകത്ത് കയറണ്ടേ. അതിനകത്ത് കയറാതെ എങ്ങനെ ഫലം കിട്ടുക? ഇപ്പൊ കീലകം പറഞ്ഞിട്ട് നമ്മൾ കീ വെച്ച് ഓപ്പൺ ചെയ്യാതെ തുറക്കാതെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു തലം കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ ദേവി മഹാത്മ്യമൊക്കെ വായിക്കുമ്പോൾ 108 പറയൂ, 108 നവാക്ഷരി, നവാക്ഷരിക്കുണ്ട് ഋഷി ഛന്ദസ് കീലകം. ഈ പഞ്ചദശിക്ക് മാത്രം. അപ്പൊ അവിടെ നിങ്ങൾക്ക് സംശയം തോന്നുന്നു. ഇവിടെ ഉടനെ തന്നെ ഒരു സംശയം ഞാൻ കാണുന്നുണ്ട്. കാരണം നമ്മുടെ മന്ത്രങ്ങൾക്ക് എന്താ പറയാത്തത്? നമ്മുടെ മന്ത്രങ്ങൾ, അതായത് പഞ്ചദശി ഉൾപ്പെടെയുള്ള നമ്മുടെ ഗണപതി, ബാല, സുബ്രഹ്മണ്യൻ, ചണ്ഡി, അത് കഴിഞ്ഞ് കൃഷ്ണൻ, ദത്താത്രേയൻ, ശിവൻ, അത് കഴിഞ്ഞ് പഞ്ചദശി, ഒന്നിനും നമ്മൾ എന്താ പറയുക ഋഷി ഛന്ദസ് പറയാത്തത് ഓൾറെഡി ഇൻകോർപ്പറേറ്റഡ് ആണ് ഇതിനകത്ത്. കാരണം ആനന്ദ ഭൈരവ ഋഷിയാണ് പഞ്ചദശി മന്ത്രത്തിന്റെ ആനന്ദ ഭൈരവനും ആനന്ദ ഭൈരവിയും. ഈ ഋഷിയുടെ അടുത്ത് ഈ ഋഷിയുടെ മന്ത്രങ്ങളെല്ലാം തന്നെ പരമഗുരു പരമേഷ്ഠി ഗുരുക്കന്മാര് എന്താ പറയാ അവര് മന്ത്രസിദ്ധി വരുത്തിയതായതുകൊണ്ട് അവരുടെ പരമ്പരയിൽ ഋഷി ഛന്ദസ് പറയണ്ട എന്നൊരു തീരുമാനം ദത്താത്രേയ പരമ്പര അവധൂതനായിരിക്കുന്ന ദത്താത്രേയൻ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പരശുരാമ കൽപ്പസൂത്രമാണ് ഗുരുജി എടുത്തേക്കുന്നത്. അവിടെ നമുക്ക് ഋഷി ഛന്ദസ് ഈ മന്ത്രങ്ങൾക്ക് പറയണ്ട. കാരണം ഈ പറഞ്ഞ ഈ നമ്മുടെ ആധാരചക്ര മന്ത്രങ്ങൾക്ക് ഋഷിയും ഛന്ദസ്സും വേണ്ട. പക്ഷെ ഇപ്പൊ ഒരു ദേവി മഹാത്മ്യം വായിക്കണമെങ്കിൽ, ലളിതാ സഹസ്രനാമം വായിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ഋഷിയും ഛന്ദസ്സും വേണം, ബാധകമാണ്. കാരണം അങ്കി ഇല്ലാതെ അംഗമില്ല. ഈ അംഗങ്ങളെ മുറിച്ചു കളഞ്ഞിട്ട് നമുക്ക് ദേവതയെ വിളിക്കാൻ പറ്റില്ല. കാരണം ഛന്ദസ് ചൊല്ലണം, അതായത് മീറ്റർ ആണ്. ദേവതയെ ഹൃദയത്തിൽ ധ്യാനിക്കണം, ഋഷിയെ ധ്യാനിക്കണം. കാരണം മന്ത്രത്തെ കണ്ട വ്യക്തിയാ. അപ്പൊ ഛന്ദസ് ചൊല്ലണം, ദേവതയെ ഹൃദയത്തിൽ ധ്യാനിക്കണം. ബീജം എന്നാൽ ശക്തിയുടെ ഉറവിടാണ്. ബീജത്തെ എവിടെ കൊണ്ടുവരണം? നമ്മുടെ ജനറ്റിൽസിൽ കൊണ്ടുവരണം. ഗായത്രി, ഇപ്പൊ ഗായത്രി മന്ത്രം ജപിക്കണം എന്ന് പറയൂ. ഓം എന്ന് പറയുന്ന ഓം ഭൂർ ഭുവസ്വ, ഇതിലേതാ ബീജം എന്ന് ചോദിച്ചാൽ എന്താ? ഓം ബീജമാണ്. ഓം ഭൂർ ഭുവസ്വ ബീജമാണ്. ബീജം എന്ന് പറഞ്ഞാൽ എന്താ? പുരുഷ ശക്തി, ജീവൻ, പ്രാണൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ബീജം. അത് ശക്തിയിൽ കൊണ്ടുവന്ന് ചേർത്താലേ അവിടെ നിന്ന് ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു പ്രാണനും ഒരു എഗ്ഗും കൂടെ ചേർന്നാലേ ഒരു പൂർണ്ണമായിട്ട് ഒരു കുഞ്ഞ് വരുന്ന പോലെ ഇതിന് ഈ രണ്ട് ശക്തികളും ചേരണം. അപ്പൊ പുരുഷന്റെ ജീവൻ അതിലുണ്ട്. ഇനി ശക്തി വേണം, സ്ത്രീ ശക്തി വേണം. അതാണ് സീഡ് ഇസ് ദ പവർ ഗീവിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ആ ഒരു മന്ത്രത്തിന്റെ പവർ ഗീവിങ് എവിടെയായിരിക്കുന്നത്? സ്ത്രീ ശക്തിയിലായിരിക്കുന്നത്. അപ്പൊ ഈ മന്ത്രം ഇതിനകത്ത് കയറണം. പുരുഷൻ സ്ത്രീയുടെ ഇതിനകത്ത് കയറിയാലേ ആ മന്ത്രത്തിന് ശക്തി വരുള്ളൂ. അപ്പോ എന്ത് ചെയ്യണം? ഏത് മന്ത്രവും ബീജരൂപത്തിൽ വളരെ ശക്തിയാണ്. കാരണം എന്താ പറയാ, ഇറ്റ് ഈസ് ആ മന്ത്രത്തിന്റെ കൂടെ എന്താ? അതിന്റെ കോസ് ഉണ്ട്. എന്താ? നമുക്ക് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഏത് മന്ത്രത്തിനും ഏത് കാര്യത്തിനും കാര്യകാരണ ബന്ധമുണ്ട്. മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബ്രഹ്മത്തിന്റെ ശക്തിയെ നമ്മളെ ഒരു ദേവതാ സങ്കല്പത്തിലൂടെ കൊണ്ടുവരാണ്. അപ്പൊ ഏതാ കോസ് എന്താണ്, എഫക്റ്റ് എന്താണ്? കോസ് എന്ന് പറയുന്ന ബ്രഹ്മം, ഇഫക്റ്റ് എന്ന് പറയുന്നത് മന്ത്രം. മന്ത്രത്തിന് ഒരു ദേവതയുണ്ട്. ആ ദേവത, ഈ രണ്ട് കോസും എഫക്റ്റും ഏതിനകത്താ ഇരിക്കുന്നത്? ഈ ബീജത്തിനകത്താ ഇരിക്കുന്നത്. അപ്പൊ ബീജം നമുക്ക് ഒരിക്കലും അതിനെ മറക്കാൻ പാടില്ല. അപ്പോ ഈ ശക്തി എന്ന് പറയുന്നത് ഫീമെയിൽ പാർട്ടാണ്. അത് ഡൈനാമിക് എനർജിയാണ്, ദേവി ശക്തിയാണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത്. അത് സ്ത്രീയുടെ ഭാഗമാണ്. അപ്പൊ മന്ത്രത്തിന്റെ ഉള്ളിൽ ഈ ശക്തിയുണ്ട്. നമ്മൾ ഈ ശക്തിയാണ് ഇൻവോക്ക് ചെയ്യുന്നത്. അപ്പൊ അത് ഉണർന്നാലേ ദേവത ആക്ട് ചെയ്യാൻ തുടങ്ങുള്ളൂ. നമ്മുടെ ഋഷിമാർ ഈ ദേവതകളെ കണ്ടിട്ടാണ് അവരെ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. അപ്പോ സംസാരിക്കുന്നത്, അതായത് ആദി ഭൗതികം എന്ന് പറയുന്നത് എന്താ? ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് ആദി ഭൗതിക ശക്തിയാണ്. ഇതിന് കാരണം എന്താ? ഈ വാഗ്ദേവത എൻ്റെ ഉള്ളത് കൊണ്ടാണ്. ഈ വാഗ്ദേവത ഏത് രൂപത്തിലാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത്? അഗ്നി രൂപത്തില്. അപ്പൊ ഇതെല്ലാം തന്നെ എന്താ പറയാ, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. സരസ്വതിയാണ് വാഗ്ദേവത, നമുക്കറിയാം. അപ്പൊ ഇതെല്ലാം നമുക്ക് എന്താ പരസ്പരം ഒന്നിനെ ഒന്ന് വിട്ട് പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റില്ല. പൂർണ്ണമാവണമെങ്കിൽ ഇതെല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് ചെയ്യണം. അപ്പൊ കീലകം എന്നാൽ എന്താ? ഈ കീലകം എന്നാൽ എങ്ങനെ തുറക്കണം, ഏത് താക്കോൽ ഇടണം. അപ്പൊ നമ്മള് മൊബൈൽ ലോക്ക് ചെയ്താൽ പാസ്വേഡ് ഇടുന്ന പോലെ ആ മന്ത്രത്തില്, അതായത് ഇപ്പൊ ദേവി മഹാത്മ്യത്തിന് ഒരു കീലകം കാണും, ജപേ വിനിയോഗയ്ക്ക് മുമ്പ് കീലകം എന്ന് കാണും. അത് ജപിക്കണം, എന്നാലേ നമുക്ക് ഓപ്പൺ ആവാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താ? ശരിക്കും പറഞ്ഞ കീലകം എന്തിനാണെന്ന് ചോദിച്ചാൽ ഡ്രൈവിംഗ് ഫോഴ്സ് ടു എന്താ പറയാ, ആ ഒരു പേഴ്സ്യൂ ദ മന്ത്ര, ആ മന്ത്രത്തെ ആക്ടിവേറ്റ് ചെയ്ത് അത് പേഴ്സ്യൂ ചെയ്യാനാണ് നമ്മൾ കീലകം പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ വിൽ പവർ, അതായത് ആ ഒരു ജപിക്കാൻ താല്പര്യമില്ലാത്ത പോലെ തോന്നും. കാരണം ആ ഒരു പവർ ഇല്ലാത്ത മന്ത്രമായിട്ട് തീരും.
ഇതെല്ലാം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ ഡ്രൈവിംഗ് ഫോഴ്സ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഈ മന്ത്രം വളരെ ആക്ടിവേറ്റഡ് ആവും. നമുക്ക് കുറച്ച് മടിയാണെങ്കിൽ പോലും ഇത് നമ്മുടെ മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്യും. അതാ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ ഒരു ക്ഷീണമൊക്കെ തോന്നി, അയ്യോ ഇനി വേണോ വേണ്ടയോ എന്നൊക്കെ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഈ മന്ത്രത്തിന്റെ ശക്തി ദേവതകളെല്ലാം ഉണർന്നു കഴിഞ്ഞാൽ അതൊരു ഋതത്തിലൂടെ ഈ ശക്തി നമ്മളെ കൊണ്ടുപോയിക്കോളും. എല്ലാ തടസ്സങ്ങളും അത് ഓവർകം ചെയ്തിട്ട് മന്ത്ര വിൽ ടേക്ക് ഓവർ യു. നിങ്ങളെ ഓരോരുത്തരെയും മന്ത്രം എടുക്കും. നമ്മൾ മന്ത്രത്തെ എടുക്കുകയല്ല പിന്നെ ചെയ്യുന്നത്. എന്ത് ചെയ്യണം? മന്ത്രം നമ്മളെ എടുക്കും. അപ്പോ തുടങ്ങിക്കഴിഞ്ഞാല് കീലകമാണ് മന്ത്രസിദ്ധി തരുന്നത്. ഇപ്പൊ കീലകമില്ലെങ്കിൽ മന്ത്രസിദ്ധി കിട്ടില്ല. അപ്പൊ കീലകം ജപിക്കണം. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4 കാര്യങ്ങൾ എപ്പോഴും യുണൈറ്റ് ചെയ്തോളണം. എന്താണ്? മന്ത്രം ജപിക്കുന്ന ആള്, ഋഷി, ഛന്ദസ്, ദേവത. ഇവ 4ഉം എന്താ പറയാ ഒന്നിപ്പിക്കുന്നത് എന്താണ്? കീലകമാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ വിനിയോഗ. ഈ രീതിയിൽ മന്ത്രത്തെ ഉപയോഗിക്കുന്നതാണ് പെർഫെക്റ്റ് യൂസേജ് ഓഫ് മന്ത്ര. ആ പെർഫെക്റ്റ് അതായത് അപ്രോപ്രിയേറ്റ് ആപ്ലിക്കേഷൻ കറക്റ്റ് രീതി ചെയ്താൽ കറക്റ്റ് കിട്ടും ഇല്ലേ? നമ്മൾ നല്ല രീതിയിൽ ഇപ്പം നമ്മുടെ കെമിക്കൽ ലബോറട്ടറിയിൽ ഒരു കാര്യം കറക്റ്റ് രീതിയിൽ ഇന്ന പോലെ ചെയ്യൂ, കറക്റ്റ് ഔട്ട്കം ആണെന്ന് പറയുന്ന പോലെ ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ വിനിയോഗ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ അഭീഷ്ടാർത്ഥം, നിങ്ങളുടെ ഉത്തരം എന്താ? നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു? അടുത്തതായിട്ട് ഈ ചാൻഡിങ് മന്ത്രം കൊണ്ട് എന്താ പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ ഭഗവത് പ്രീത്യർത്ഥം, ഇല്ലെങ്കിൽ സർവ ബാധ നിവർത്തിയർത്ഥം, സർവദോഷ പരിഹാരാർത്ഥം, സർവ സമ്പദ് സിദ്ധ്യർത്ഥം, എന്ത് വേണേലും പറയാം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കിട്ടും. പ്രോപ്പർ ആയിട്ട് ചാൻഡ് ചെയ്താല് ഉത്തരം എന്താ? അഭീഷ്ട സിദ്ധ്യർത്ഥം ജപേ വിനിയോഗ. നീ ജപിക്കുന്ന മന്ത്രം നിന്റെ അഭീഷ്ടങ്ങളെ, നിന്റെ ആഗ്രഹങ്ങളെ സാധിച്ചു തരും. ഈ 7 കാര്യങ്ങൾ കൊണ്ടാണ് മന്ത്രത്തിന്റെ മൂലശക്തി ആകുന്നത്. ഓരോ മന്ത്രത്തിനും ഞാനിപ്പോ ചെറിയ ഒരു കാര്യമാണ് ചോദിച്ചു എന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും മന്ത്രം ജപിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നി ഇത് പൂർണ്ണമായിട്ടൊന്ന് മനസ്സിലാക്കുന്നത് തന്നെയാണ് നല്ല. ഇല്ലെങ്കിൽ പിന്നെയും ഇതിനകത്ത് ലളിതാ സഹസ്രനാമം നമ്മുടെ ഋഷി, ഛന്ദസ്, ദേവത വളരെ ദേവി, കാരണം ദേവി ഋഷി സ്വരൂപിണിയാണ്, മന്ത്രസ്വരൂപിണിയാണ്. ദേവി ഛന്ദസ് എല്ലാം അമ്മയാണ്. അപ്പൊ സ്വാഹ സ്വധയൊക്കെ വരുമ്പോൾ വീണ്ടും ഞാനിത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇത് ഇപ്പോഴേ മനസ്സിലാക്കി നിങ്ങൾ മന്ത്രം ജപിച്ചാല് അപ്പൊ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം ഉണ്ടായിരിക്കും. അപ്പോ മന്ത്രത്തിന്റെ മൂലശക്തി പ്രകടമാവണം എന്ത് ചെയ്യണം? ഈ 7 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്നാലേ അഭീഷ്ട സിദ്ധ്യർത്ഥം ഒരു മന്ത്രത്തെ വിനിയോഗം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഓരോ മന്ത്രത്തിനും ഓരോ വിനിയോഗമാണ് ഉള്ളത്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ന്യാസം. ന്യാസം എന്താണ്? ന പ്ലസ് ആസീത്, ടു സിറ്റ്. എന്താണ്? നമ്മൾ ഈ ന്യാസം നിസിക്കുക എന്ന് പറയില്ലേ? അപ്പോ എന്താ പറയാ? ടു സിറ്റ് ആൻഡ് ഇൻവോക്ക് ദ പവർ ഇൻ ദ ബോഡി. നമ്മൾ നേരെ ഇരുന്ന് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന പവറിനെ ഉണർത്തുക. നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ദേവതകൾ, 30 മുക്കോടി ദേവതകൾ ഉറങ്ങിക്കിടക്കുക. ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളാണ് കൂടുതൽ. അപ്പൊ അവരെ എന്ത് ചെയ്യണം? ആവശ്യമുള്ളവരെങ്കിലും ഉണർത്തുന്ന പ്രക്രിയക്കാണ് എന്ത് പറയുന്നത്? ന്യാസം. ഏത് മന്ത്രജപത്തിന് മുമ്പേയും ന്യാസം ഈസ് എ കമ്പൽസറി. ശ്രീവിദ്യ ഉപാസന ന്യാസം, ഷഡംഗ ന്യാസം, ഹൃദയന്യാസം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. ചെയ്തിരിക്കണം. ഇനി ആരെങ്കിലും ചെയ്യാതിരിപ്പുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ തുടങ്ങിക്കൊള്ളാം. കാരണം ന്യാസമില്ലാതെ ശ്രീവിദ്യ ഉപാസന ഇല്ല. കാരണം ഐം ക്ലീം സൗഹു ക്ലീം ഐം വെച്ച് ജപിക്കാം, പഞ്ചദശി വെച്ച് ജപിക്കാം. ആദ്യം കരന്യാസം ചെയ്യണം, പിന്നെ ഹൃദയന്യാസം ചെയ്യണം. അതായത് നമ്മൾ വിളിക്കേണ്ടത് മഹാരാജ്ഞിയാണ്, ശ്രീമത് സിംഹാസനേശ്വരിയാണ്. അപ്പൊ ഈ ദേവതകൾ എണീറ്റ് ആ ദേവിക്ക് വരാനുള്ള വഴി വൃത്തിയാക്കണം, അമ്മയുടെ കൊടിതോരണങ്ങൾ തൂക്കണം, അമ്മയുടെ സിംഹാസനത്തെ തുടയ്ക്കണം. അപ്പൊ ഈ ലോവർ ദേവതകളാണ് സിംഹാസനേശ്വരിക്ക് ഇരിക്കാനുള്ള ആസനത്തെ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ന്യാസമല്ലാതെ, നസിക്കാതെ, ബാലാമന്ത്രം കൊണ്ട് നസിക്കാം, പഞ്ചദശി മന്ത്രം കൊണ്ട് ജപിക്കാം. ന്യാസം ഈസ് എ മസ്റ്റ്. ഉപാസന മാർഗത്തില് നസിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ്? ഉറങ്ങിക്കിടക്കുന്നുള്ള ശക്തിയെ ഉണർത്തുന്ന പ്രക്രിയ. ഈ ശരീരം എന്ന് പറയുന്നത് വിവിധ ശക്തികളുടെ സമ്മേളനമാണ്. ഇവയെ ഉണർത്തണം. അതിന് നമ്മൾ എന്താ? പേര് വിളിച്ച് തന്നെ ഉണർത്തണം. ഈ പേര് വിളിച്ച് ഉണർത്തുന്നതിനെയാണ് ന്യാസം. പേരെന്ന് പറഞ്ഞാൽ ഓരോ മന്ത്രത്തിനും ഓരോ ദേവതയുണ്ടല്ലേ? ഇപ്പൊ ന്യാസം എന്നത് ഉറങ്ങുന്ന ശക്തികളെ ഉണർത്തുന്ന പ്രക്രിയ. ദേവതകള് ജാഗ്രതയിലായെങ്കിൽ മാത്രമേ ഏത് കർമ്മവും നന്നായിട്ട് ചെയ്യാൻ പറ്റൂ. ഉറങ്ങിക്കിടക്കുന്ന ദേവതകള് എന്ത് കർമ്മ ചെയ്യാ? അപ്പൊ പൂജയ്ക്ക് ഇരിക്കുന്നതിന് മുമ്പേ, ജപത്തിന് മുമ്പേ ഹൃദയന്യാസവും കരന്യാസവും ചെയ്തിരിക്കണം. അപ്പൊ ഒരു ഭിക്ഷക്കാരൻ, നമ്മള് ഒരു അജ്ഞാനമുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണമെന്നൊക്കെ വിചാരിക്കൂ, നമ്മൾ കേട്ടോണ്ടിരിക്കുവോ?
അവരുടെ വാഗ്ദേവത ഉണരില്ല. കാരണം അജ്ഞാനമാണ്, അവർക്ക് അറിയില്ല ആ ദേവതയെ എങ്ങനെ ഉണർത്തണമെന്ന്. അതേസമയം ഒരു വാഗ്മി, ഒരു സന്യാസി സംസാരിക്കുമ്പോൾ എന്താ, ആ ശക്തി ഉണർന്ന ആളാ സംസാരിക്കുന്നത്. അവിടെ മാത്രമേ ആകർഷണം ഉണ്ടാവുള്ളൂ, നമ്മുടെ ഉള്ളിൽ അത് പതിയുള്ളൂ. എന്തിനാ ആ ശക്തി ഉണരേണ്ടത്? എല്ലാവരെയും ആകർഷിക്കേണ്ട എന്താ, യഥാർത്ഥ ശക്തിയിലോട്ട് നമ്മളെ തിരിക്കുന്ന ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണത്. അപ്പൊ അതിനെ ഉണർത്തി കഴിഞ്ഞാലേ നമ്മൾ ഈ സംസാരിക്കുന്നത് മുമ്പിലിരിക്കുന്നവർക്ക് മനസ്സിലായി നമ്മളിലോട്ട് ആ ശക്തിയെ അവർക്ക് ഉണർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ, ഉറങ്ങിക്കിടക്കുന്ന ദേവതകളെ ജാഗ്രതാവസ്ഥയിൽ കൊണ്ടുവരണം. അവരിലെ കണ്ണ്, മൂക്ക്, ത്വക്ക്, ചെവി, കാല് എല്ലായിടത്തും ദേവതകളുണ്ട് ഇല്ലേ? ഈ ദേവതകളെ ഉണർത്തുക എങ്ങനെയാണ് ഉണർത്തണം എന്ന് ചോദിച്ചാല്, ഒരു പ്രധാന ദേവതയെ നമ്മൾ വിളിക്കാൻ പോവുകയാണ്. വിളിക്കുന്ന ആര്? ഒന്ന് ശിവൻ അല്ലെങ്കിൽ ദേവി ഇല്ലേ? എന്താ പറയാ, സകല പ്രപഞ്ചങ്ങളെയും സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്ന മഹാത്രിപുര സുന്ദരി വരണമെങ്കിൽ വഴി ഒരുക്കണം നമ്മള്. അല്ലാതെ ചുമ്മാ വന്ന് കുളിച്ച് ശുദ്ധമായിട്ടിരുന്നാ പോരാ. അത് ബാഹ്യ ശുദ്ധി മാത്രമേ ഉള്ളൂ. ഇത് ദേവി വന്നിരിക്കുന്ന എവിടെയാ? ആ ഒരു പവർഫുൾ ഡയറ്റിയെ നമ്മൾ വിളിക്കുന്നത്. അപ്പോ നമ്മൾ ശുദ്ധമായിരിക്കുന്നത് ബാഹ്യമായിട്ടാണെങ്കിലും നമ്മുടെ അഴുക്ക്, അതായത് ഉള്ളിലിരിക്കുന്ന അഴുക്ക് മാറ്റണമെങ്കിൽ ഈ ദേവതകൾ ഉണരണം. നമ്മളിപ്പോ കുളിച്ച് ശുദ്ധമായിട്ടിരിക്കുകയാണെന്ന് വെക്കുക, നമ്മൾ ബാഹ്യ ശുദ്ധിയിൽ വെച്ച് പോലും നമ്മൾ അഴുക്കുള്ള ഒരാൾ നമ്മുടെ അടുത്തിരുന്ന് തുമ്മുകയാണ്, ഇല്ലെങ്കിൽ കോട്ടുവാവിടുകയാണ്, ഉറക്കം തൂങ്ങുകയാണ്, നമ്മൾ ശുദ്ധമായിട്ട് നല്ല അലേർട്ടായിട്ടിരിക്കണം, നമ്മൾ പതുക്കെ അവരുടെ അടുത്ത് നിന്ന് എണീറ്റ് മാറിയിരിക്കും ഇല്ലേ? വിട്ടു നിൽക്കും. അതൊരു ശരിയായ ചിന്തയല്ലേ നമ്മൾ? കാരണം ടു പ്യൂരിറ്റി അട്രാക്ട്സ് പ്യൂരിറ്റി. നമുക്ക് പ്യൂരിറ്റി ഉള്ള അടുത്തിരുന്നാലേ നമുക്ക് പ്യൂരിറ്റി കിട്ടുള്ളൂ. അല്ലാതെ അഴുക്കിന്റെ അടുത്ത് ചെന്നിരുന്നാല് നമ്മുടെ ആ ഒരു പ്യൂരിറ്റിയും കൂടെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ലൈഫിൽ എല്ലാവരോടും നമുക്ക് ഇടപെടാൻ പറ്റാത്തത്. എന്താ, ഇപ്പൊ നമുക്ക് എന്താ പറയുക, ഇപ്പൊ നമ്മൾ ആരും വലിയ ആളായിട്ടല്ല, ഒരു സാധനാ മാർഗത്തിൽ കയറുമ്പോൾ വെറും ഗോസിപ്പിങ്ങും വെറും തറ കാര്യങ്ങളും പറയുന്ന ഒരാളുടെ അടുത്ത് എത്ര നേരം ഒരു ഈശ്വരനെ പൂജിക്കുന്ന തന്റെ ആത്മശക്തി ഉണർന്ന ഒരാൾക്ക് ഇരിക്കാൻ പറ്റും? 10 മിനിറ്റ് കഴിയുമ്പോൾ പൊള്ളും ഇല്ലേ? ശരീരവും മനസ്സും. ആ ഒരു ബാക്കിയുള്ളവരെ കുറ്റം പറയുക, താഴ്ത്തുക, അങ്ങനെയുള്ള ഒരു പ്യുവർ മനസ്സ് ഒരു ഉപാസകനെ സംബന്ധിച്ച് ഈ പറയുന്ന നെഗറ്റീവ് ക്വാളിറ്റീസ് ഉള്ള ആളുടെ അടുത്ത് ഇരിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സ് ഇമ്പ്യൂർ ആയി പോകും. കാരണം എന്താ പറയാ, പ്യൂരിറ്റി ഡസ് നോട്ട് അട്രാക്ട് ഇംപ്യൂരിറ്റി. കാരണം നമ്മുടെ മനസ്സ് അത് ഉൾക്കൊള്ളില്ല. പ്യുവർ ആയിരിക്കുന്ന ഒരു മനസ്സിന് ഇമ്പ്യൂർ ആവാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മള് ലൈഫില് എല്ലാരോടും ഇടപെടാൻ പറ്റില്ല. അതുകൊണ്ടാണ്. കാരണം നമ്മളൊരു ക്ലാസ് ഉണ്ട്, ദർ ഇസ് എ ക്ലാസ് ഇൻ വിച്ച് വി ഇന്ററാക്ട്. നമുക്ക് അങ്ങനെയുള്ളവരോടെ ചേരാൻ പറ്റൂ. അതുകൊണ്ടാണ് അവരോട് എന്താ പറയാ തുല്യമായിട്ടുള്ളവരോട്ട് ഇടപെടാൻ പറയുന്നത്. അല്ലാതെ അവരുടെ അടുത്ത് കൂടുതൽ സമയം ചെലവഴിച്ചാല് നമ്മുടെ ഈ പറഞ്ഞ ചിന്തകള്, നമ്മുടെ ആ ഒരു നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പോസിറ്റീവ് എനർജി മുഴുവൻ നമുക്ക് ഡ്രെയിൻ ആയി പോകും. കാരണം നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് ചിന്തകള് നെഗറ്റീവ് ആക്ഷൻ പറഞ്ഞ ബാഹ്യമായിട്ടുള്ള കുറെ എന്താ പറയാ രാഷ്ട്രീയത്തെ കുറിച്ചും കുറെ ആളുകളെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്ത് നമ്മൾ അവിടെ ഇരുന്ന് കഴിയുമ്പോൾ അറിയാതെ നമ്മുടെ ശക്തി ചോർന്നു പോകുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അങ്ങനെ അതുകൊണ്ടാണ് സത്സംഗം അല്ലാതെ ദുസ്സംഗത്തിൽ ഇരിക്കരുത് എന്ന് പറയുന്നത്. അപ്പോ ഈച്ച് വൺ, അതായത് നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിന് തത്തുല്യമായിട്ടുള്ള ഒരു എന്താ പറയാ ക്ലാസ്, ഓൺ ക്ലാസ്. ഈ പറഞ്ഞ പോലെ പണത്തിലല്ല ഞാൻ പറയുന്നത്, ഒരിക്കലും അല്ല. പണക്കാരനും പാവപ്പെട്ടവനും എല്ലാം ബാഹ്യദൃഷ്ടിയിൽ ഒരുപോലെയാണ്. പണം ഭഗവാൻ തരുന്നതാണ്. ഞാൻ പറയുന്ന മനസ്സിന്റെ തല പറയുന്നത്. ഇംപ്യൂർ മനസ്സ്, അഴുക്ക് പിടിച്ച മനസ്സുമായിട്ട് ഇരുന്നു കഴിഞ്ഞാല് ഒരിക്കലും നമുക്ക് ദേവിയെ അവിടെ ഇൻവോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ന്യാസം ചെയ്യണം എന്തിനെന്ന് ചോദിച്ചാല്, നമുക്ക് ദീർഘമായിട്ട്, അതായത് നമ്മള് ദീർഘമായിട്ട് സൗഹൃദം ഒരു ദേവതയുമായിട്ട്, ഇഷ്ടദേവതയെ നമ്മുടെ ഹൃദയത്തിൽ മരിക്കുന്നിടം വരെ ഒരു സംഘത്തിന് കൊണ്ടുവരിക. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും എന്താ പറയാ, ആ അമ്മ ഇരിക്കുന്നിടത്ത് പൂർണ്ണമായിട്ട് എനിക്ക് സറണ്ടർ ചെയ്യേണ്ടതാ. അവിടെ എന്താ ഇരിക്കണം? ശുദ്ധമായിട്ടിരിക്കണം ഇല്ലേ? ആ ഒരു ദീർഘമായിട്ട് സൗഹൃദം വെക്കാനായിട്ട് നമുക്ക് ആരുമായിട്ടേ പറ്റൂ? നമ്മുടെ മനസ്സ് ഇഷ്ടപ്പെടുന്നവരുമായിട്ടേ പറ്റുള്ളൂ. അല്ലാതെ നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് തിങ്കിങ് ഉള്ളവരുടെ കൂടെ ഇരുന്ന് നമുക്കത് പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഉപാസന തനിച്ചാണ്. തനിച്ചും ഞാനും എൻ്റെ ഇഷ്ടദേവതയും. കൂടെ ഇരിക്കുന്നവര് ഉപാസകരാണെങ്കിൽ നല്ലത്, അല്ലാത്തവരോട് അതുകൊണ്ട് ഉപാസന ഷെയർ ചെയ്യണ്ട എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ദേവതകൾക്കും വ്യത്യാസമുണ്ട്. അവരൊരിക്കലും ഈ ലോവർ ദേവതകള് ലളിതാ ത്രിപുര സുന്ദരിയുടെ അടുത്ത് വരുമോ? ഒരിക്കലും ഇല്ല. അമ്മയാണ് ഇതായിട്ട് ഇരിക്കുന്നെങ്കിലും അവർക്ക് കുറച്ചുകൂടെ പ്യൂരിറ്റി കിട്ടാനുണ്ട്. അതുകൊണ്ട് അവര് ലോവർ ചക്രങ്ങളിൽ ഇരിക്കുന്നത്. ആ ദേവതകൾക്ക് എന്ത് ചെയ്യണം? അവർക്ക് ഒരു കാമക്രോധിയായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ വിളിച്ചാൽ അവരുണരില്ല. അവരും എന്ത് ചെയ്യും? ഈ മനുഷ്യൻ വിളിച്ചാൽ ഞാൻ എന്തിനു പോണു? എൻ്റെ രാജരാജേശ്വരിയായിരിക്കണം, എൻ്റെ യജമാനത്തി വരത്തില്ല, പിന്നെ ഞാൻ എന്തിനെന്ന് പറഞ്ഞാൽ അവര് നമ്മളെ വിട്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ന്യാസം ചെയ്യുമ്പോൾ നമ്മുടെ ലോവർ ദേവതകളെല്ലാം ഉണരണം. അത് എന്തായിരിക്കണം? നമുക്കൊരു പ്യൂരിറ്റി, നല്ല മനസ്സും
നല്ല ചിന്തകളും ഉണ്ടായിരിക്കണം. എന്നാലേ മന്ത്രം ജപിച്ചാൽ അവർ വരുള്ളൂ. ഇല്ലെങ്കിൽ എന്താ, മന്ത്രം ജപിച്ചാൽ എന്താ, നമുക്ക് പലർക്കും ഫലം കിട്ടണില്ല, ഫലം നമുക്ക് ആക്ടിവേറ്റഡ് ആവുന്നില്ല എന്നൊക്കെ പറയാൻ കാരണം ഇത് തന്നെ. കാരണം നമ്മുടെ മന്ത്രസിദ്ധി കിട്ടണില്ല. കാരണം ലോവർ ദേവതകള് എല്ലാം തന്നെ നമ്മുടെ ഇഷ്ടത്തിന് നിൽക്കില്ല. അവര് നമുക്ക് ഉള്ള ആ ഒരു ശ്രദ്ധയോടുകൂടി ഈ ന്യാസങ്ങളൊക്കെ ചെയ്താലേ അവർ ഉണരുള്ളൂ. ഉണർന്ന് അതുപോലെ അവരെ ഉണർത്തി ഈ പറഞ്ഞ ആ ദേവിക്ക് വന്നിരിക്കാനുള്ള പാത്തിനെ നമ്മൾ വൃത്തിയാക്കണം. എന്നാലേ നമുക്ക് മന്ത്രസിദ്ധി കിട്ടുള്ളൂ. ഈ ലോവർ ദേവതകളാണ് ഈ പ്രൈം മിനിസ്റ്ററിനെയും പ്രസിഡന്റൊക്കെ ആയിരിക്കുന്ന വലിയ ദേവതകൾ വരുവാനായിട്ടുള്ള സ്ഥലം സജ്ജീകരിക്കേണ്ടത്. ഒരു വൃത്തിയില്ലാത്ത സ്ഥലത്ത് അവർ വന്ന് ഇരിക്കില്ല. അപ്പൊ നല്ല സിംഹാസനം, വഴിയിൽ തടസ്സമില്ലായ്മ. നമുക്കറിയില്ലേ, ദേവി വരുമ്പോ പ്രധാനമന്ത്രി വരുമ്പോ റോഡിലൊന്നും ഒറ്റ കുഞ്ഞു കാണില്ല. നേരെ ഒരു പൈലറ്റ് കാറ് മുമ്പേ പോവും, പുറകെ കാണും. ആളുകള് വളരെ സേഫ് ആയിട്ട് കൊണ്ടുപോകും. അതുപോലെ നമ്മുടെ ശരീരത്തില്, നമ്മുടെ മനസ്സാകുന്ന സിംഹാസനത്തില് അമ്മ വന്ന് ഇരിക്കണമെങ്കിൽ അത് ഒരുക്കേണ്ടത് ഈ പറഞ്ഞ ദേവതകളാണ്. അപ്പൊ അവരെ എന്ത് ചെയ്യണം? ന്യാസം കൊണ്ട് ഉണർത്തണം. അതിനാണ് ശരീരത്തിലെ വിവിധ ദേവതകളെ നമ്മൾ ന്യാസം എന്ന് പറഞ്ഞ് ടു ഇവോക്ക് ദീസ് പവേഴ്സ്. ഇതൊക്കെ ശക്തി ദേവതകളാണ്. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ ഫീൽ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാ നമ്മൾ ഫീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ന്യാസം ചെയ്ത് തൊടുകയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ദേവതകള് എന്താ പറയുക, ന്യാസം ചെയ്തില്ലെങ്കിൽ, നമ്മൾ ഇംപ്യൂർ ആണെങ്കിൽ എന്ത് ചെയ്യും? അവർ ഓടിക്കളയും, അവരിക്കത്തില്ല അവിടെ. അപ്പൊ അവരെ ന്യാസം ചെയ്ത് ഉണർത്തി എന്ത് ചെയ്യണം? അവരെ ധാർമ്മിക പ്രവർത്തനം, നമ്മുടെ ഉള്ളിലിരിക്കുന്ന കർമ്മത്തിന് അവരെ ഭാഗവക്കാക്കണം. അതാണ് പ്രധാനം. അതായത് ഒരു അധർമ്മ പ്രവർത്തികൾ, നമ്മൾ നെഗറ്റീവ് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരുപാട് ക്ഷീണം അനുഭവപ്പെടും. കാരണം എന്താ? ഈ ദേവതകളെല്ലാം തന്നെ ഡോർമെന്റ് ആയിട്ട് ഇരുന്ന് കളയും. മറ്റത് നമ്മളിങ്ങനെ ആക്റ്റീവായിട്ട് ജപിക്കുമ്പോൾ, ഈ മന്ത്രദേവതകൾ ആക്റ്റീവായിരിക്കുമ്പോൾ ഒരു നല്ല എനർജിയാ ശരീരത്തിൽ. അതേസമയം ഒരു മരണ വീട് ഇല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ നെഗറ്റീവ് ക്വാളിറ്റീസ് ഉള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് വരുമ്പോൾ ഭയങ്കര ക്ഷീണം. അതാണ് ഊർജം. ഈ ദേവതകൾ ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട് ശരീരം ഊർജ്ജസ്വലമായിട്ടിരിക്കുന്നത്. അത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല, 100% ഉള്ളതാണ്. ഈ ദേവതകളെ നമ്മൾ ഡോർമെന്റ് ആക്കരുത്. ഇപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ഒരാളുടെ അടുത്ത് ദേഷ്യം വന്നു എന്ന് വെക്കൂ, അതൊരു വലിയ ദേഷ്യം എന്ന് പറയുന്നത് വലിയൊരു എനർജിയാണ്. ഒരു മാസത്തെ നമ്മുടെ എനർജി ഇത് അബ്സോർവ് ചെയ്യും. കാരണം ഒരു നെഗറ്റീവ് എനർജിയാണ് ജലസി, കോപം, നെഗറ്റീവ് തോട്ട്സ് എല്ലാം തന്നെ. അപ്പൊ നമ്മുടെ സാധന എന്ന് പറയുന്ന പോസിറ്റീവ് എനർജി, ഈ ദേവതകള് നമുക്ക് തരുന്ന പൂർണ്ണമായിട്ടിരിക്കുന്ന പോസിറ്റീവ് എനർജി എല്ലാം തന്നെ ഈ നെഗറ്റിവിറ്റി കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. പിന്നെ നമ്മൾ ഈ ജപത്തിലൂടെ മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഋഷിമാരുടെ അടുത്ത് ഒരിക്കലും അവര് കോപം കൊണ്ട് അവരുടെ സാധനയാണ് മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നത്. കോപം, ജലസി, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതില്ലാതെ നമ്മൾ നോക്കണം. കാരണം ആ ഒരു ഉപാസകർക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ദ നെഗറ്റീവ് പവേഴ്സ് വിൽ ടേക്ക് അവേ ദി പോസിറ്റീവ് പവേഴ്സ്. അതിന് സംശയമില്ല. കാരണം ഇത് ബാലൻസ് ചെയ്തേ നിൽക്കാൻ പറ്റൂ. നമ്മളിപ്പോ ഒരിടത്ത് ചെല്ലുമ്പം ഒരു എന്താ പറയാ, ജലം രണ്ട് ഇത് വെച്ച് നോക്കൂ, മേളിലും താഴെയും. മുകളിൽ നിന്ന് ജലം ഒഴുകി താഴത്തതുമായിട്ട് സെയിം ആയിട്ടേ നിൽക്കുള്ളൂ. അല്ല, ജലം എപ്പോഴും എന്താ, ഒരു ഇക്വിലിബ്രിയം. എല്ലായിടത്തും നമ്മൾക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഒരു ഇക്വിലിബ്രിയം കാണും. അപ്പൊ ഇല്ലാത്തടത്തുനിന്ന് ഉള്ളത് വരും. അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കുന്നിടത്ത് എന്ത് ചെയ്യും? പോസിറ്റീവ് വന്ന് നെഗറ്റീവിനെ ഇല്ലാതാക്കും. അതുകൊണ്ടാണ് യുധിഷ്ഠിരർ എന്താ പറയാ തന്റെ പൂർവികരെ കാണാനായിട്ട് നരകത്തിൽ ചെന്നപ്പോൾ അവിടെ തലകീഴായിട്ട് കിടക്കുന്ന പ്രേതാവസ്ഥയിൽ കിടന്ന തന്റെ പൂർവികരായിട്ടുള്ള പിതൃക്കളെല്ലാം തണുത്ത കാറ്റ് വരും പോലെ തോന്നി. കാരണം യുധിഷ്ഠിരൻ ചെയ്ത കർമ്മങ്ങളുടെ പുണ്യഫലങ്ങള്, അദ്ദേഹത്തിന്റെ നല്ല മനസ്സ്, ചിന്തകള്. അപ്പൊ അവര് പറഞ്ഞു, അയ്യോ എന്തൊരു സുഖം, എന്തൊരു സുഖം. പൊള്ളുന്ന നരകത്തിൽ തന്റെ കർമ്മങ്ങളുടെ ഓരോ ശിക്ഷ അനുഭവിച്ച് കിടന്ന പിതൃക്കൾ, അയ്യോ ഇത് ആര് വരണു, ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ ലീനേജിൽപ്പെട്ട ആരോ വരുവാണെന്ന് നോക്കിയപ്പോ യുധിഷ്ഠിരൻ വരുവാണ്. അപ്പൊ നോക്കിയപ്പോ എന്താ, അദ്ദേഹത്തിന്റെ പുണ്യപ്രവൃത്തി, അതാ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. ഇത് കേട്ടിട്ട് അദ്ദേഹത്തിന് ദുഃഖമായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ നിൽക്കാം, എനിക്ക് നിങ്ങൾക്ക് എന്താ പറയാ സമാധാനം തരാൻ പറ്റുമെങ്കിൽ ഞാൻ എന്റെ എനർജി നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞപ്പോ കൃഷ്ണൻ പറയാണ്, ഇതല്ല നിന്റെ ലോകം, നീ വന്നത് കൊണ്ട് ഈ പിതൃക്കളെല്ലാം മുക്തരായി എന്ന്. അതാണ് പോസിറ്റീവ് എനർജിയുടെ ഗുണം. സാധന എന്ന് പറയുന്നത്, മന്ത്രജപം എല്ലാം തന്നെ പോസിറ്റീവ് എനർജി തരുന്നതാണ്. ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.